എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കീറ്റോയിൽ ഒരു വിഭവം പരിചയപ്പെടുത്തുകയാണ്. അപ്പം പലരും കീറ്റോ ഡയറ്റിൽ നിന്ന് വിട്ടുപോകുന്നത് റംസാനിലും അല്ലാത്തപ്പോഴുമൊക്കെ എണ്ണ പലഹാരങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളത് ഇല്ലാതെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനിന്ന് നമുക്കൊരു സമൂസ തയ്യാറാക്കാം. സമൂസ തയ്യാറാക്കുന്നതിന് മൈദ കൊണ്ടുള്ള ഷീറ്റല്ല റാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് സമ്പൂർണ്ണമായ പ്രോട്ടീനുള്ള മുട്ട കൊണ്ട് ഒരു റാപ്പ് തയ്യാറാക്കാം. അതിലെങ്ങനെയാണ് സമൂസ തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാം, പരീക്ഷിക്കാം. ഇത് പ്രചരിപ്പിക്കുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട്. ദയവായി നമ്മുടെ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്തെടുക്കണം. അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇതിനെ ഉപയോഗിക്കുന്നത് ഒരു 3 മുട്ടയാണ്. ഒപ്പം കുറച്ച് തേങ്ങയും ചേർക്കും. 2 സ്പൂണോളം തേങ്ങ ചിരകി ഉണങ്ങിയത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. ബാക്കി വീഡിയോയിൽ കാണാം. ഇപ്പോൾ 3 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഒപ്പം ചിരകി ഉണങ്ങിയ തേങ്ങയും. ഇത് മിക്സിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. എന്നിട്ടൊരു പാനിൽ ഒഴിച്ച് നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് മുട്ട. ഇത് സൈഡ് തിരിച്ചിടാതെ ഒന്ന് വേവിച്ചെടുക്കണം. വളരെ കട്ടി കുറച്ചിട്ടാണ് നമ്മൾ പാനിലൊഴിച്ച് ചുട്ടെടുക്കുന്നത്. കട്ടി കൂടിയാൽ മടക്കുമ്പോൾ ഷീറ്റ് പൊട്ടിപ്പോകും. അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ആ ഓംലെറ്റ് ഇനി കട്ട് ചെയ്ത് ഷീറ്റാക്കാൻ പോവുകയാണ്. സാധാരണ സമൂസയ്ക്ക് എടുക്കുന്ന ഒരു വിഡ്ത്തിൽ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് അടുത്ത പരിപാടി. അതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ ലിവറാണ്. ഇത് മട്ടൻ്റെ ലിവറാണ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. സാധാരണ പാകം ചെയ്യുന്നത് പോലെ തന്നെ ലിവർ പാകം ചെയ്ത് വെളിച്ചെണ്ണയിലായിരിക്കണം, അഥവാ എണ്ണ ഉപയോഗിച്ചാൽ. ഇല്ലെങ്കിൽ ആടിൻ്റെയോ ഏത് ലിവറാണെങ്കിലും അതിൻ്റെ കൊഴുപ്പ് കിട്ടിയാൽ ഏറ്റവും നന്നായി. അപ്പോൾ നമുക്കിനി ഈ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഓംലെറ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 4 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മട്ടൻ്റെ ലിവർ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാം കൂടെ വീഡിയോ എടുക്കുന്നതിന് ചില അസൗകര്യങ്ങളുണ്ട്. ഒറ്റയ്ക്കുള്ള ഷൂട്ടിംഗ് ആയതുകൊണ്ട് വരും ദിവസങ്ങളിൽ അതൊക്കെ നമ്മൾ പരിഹരിക്കും. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുക. ഇത് മടക്കി ഒട്ടിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധാരണ പോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 4 സമൂസ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാവുമ്പം അതിനകത്തൊക്കെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് സാധാരണ സമൂസ ഉണ്ടാക്കുന്നത്ര എളുപ്പമല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും പ്രയാസപ്പെട്ട് ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കടയിൽ നിന്നിപ്പോൾ ഒരു സമൂസ വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പം 2 റിയാലോ 1.5 റിയാലിനോ ഒക്കെ ഒരു സമൂസ കിട്ടും. അത് ആരോഗ്യത്തിന് നല്ലതല്ല. കുറച്ച് സമയം ചിലവഴിക്കാമെങ്കിൽ ഹോസ്പിറ്റലിൽ മരുന്നിന് കാത്തിരിക്കുന്ന സമയം ലാഭിക്കാൻ സാധിക്കും, പണവും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പാന് ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ഇനി സമൂസ ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 പീസ് ഇതിനകത്താക്കിയിട്ടുണ്ട്. ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിറം കിട്ടത്തില്ല. ഈ എല്ലാ ഭക്ഷണത്തിൻ്റെയും നിറവും ഒരു പ്രത്യേകതയാണല്ലോ. നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ആ ബ്രൗൺ നിറത്തിലുള്ള കാഴ്ച. അപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. 4 സമൂസ റെഡിയാക്കി. ഇതൊരെണ്ണം ഇച്ചിരി ത്രികോണാന്നായി പോയിട്ടുണ്ട്. മോഹൻലാൽ പറയുന്ന മാതിരി. അത് സാരമില്ല. അങ്ങനെ നമ്മൾ സമൂസ റെഡിയാക്കി. മുട്ടയാണ് റാപ്പ് ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്നത്. പരീക്ഷിക്കണം, അഭിപ്രായം പറയണം. എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഹെൽത്തി അല്ലാത്ത പാം ഓയിലിലും മറ്റ് സസ്യെണ്ണകളിലും തയ്യാറാക്കുന്ന എണ്ണക്കടികൾ വാങ്ങിക്കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെടുത്താതെ ഇത്തരം രുചികരമായ ഭക്ഷണങ്ങൾ കഴിച്ച് നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങൾക്ക് സുഖപ്പെടുത്താം, മരുന്നും ഒഴിവാക്കാം. അതുകൊണ്ട് കഴിയുന്നവർ, കാണുന്നവരും ഒക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.